സത്യത്തില് ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കെ മുരളീധരന് കിട്ടിയിരുന്നു എന്ന് കെ മുരളീധരൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നാണല്ലോ ചോദിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ അതിൽ രണ്ടും മൂന്നും ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ കണക്കൂട്ടാം. കാരണം ഇടതുപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുമായി UDF സഖ്യത്തിലാണ്, അവരുമായി സഖ്യം ചേർന്ന് നിൽക്കുന്നു എന്ന് ഇപ്പോൾ എല്ലാ ഒരുമാതിരി പ്രസംഗങ്ങളിലും മുന്നും LDFന്റെ നേതാക്കന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ LDF അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ, ആ വോട്ടുകൾ LDFിൽ നിന്ന് UDFന് കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ അതുപോലെ BJPയിലേക്ക് പോവാതെ ആ വോട്ടുകൾ LDFിലേക്ക് തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് LDF ഈ വിഷയം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ കെ മുരളീധരൻ ഇത് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുണ്ടാവാം. ഒന്ന്, കാലാകാലങ്ങളായിട്ട് BJPക്ക് എതിരെയുള്ളൊരു നിലപാട് എടുക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ സ്വാഭാവികമായിട്ട് BJP വിജയിക്കാതിരിക്കാൻ, അവർ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എപ്പോഴും BJPക്കെതിരെ വോട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ വോട്ട് കിട്ടി എന്ന രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു വശം കൂടി ഉണ്ട്. കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെറിയ LDFനെതിരെ UDFന് ചെറിയൊരു എഡ്ജ് ഉണ്ട് എന്നൊരു ധാരണ നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽക്കുന്ന സമയത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനായിട്ട് ഒന്നാമതായിട്ട് VD സതീശൻ രംഗത്ത് നിൽക്കുന്നു, പിന്നെ രമേശ് ചെന്നിത്തല രംഗത്ത് നിൽക്കുന്നു, പിന്നെ KC വേണുഗോപാൽ, ശശി തരൂർ, ഇങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ രംഗത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കെ മുരളീധരനൊരു മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ചാൻസ് ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും സീറ്റിൽ വളരെ കഷ്ടപ്പെട്ട് ജയിച്ചു വന്നാൽ തന്നെ ഒരു മന്ത്രിയാവാൻ പോലുള്ള സാധ്യത ഇല്ലാത്തൊരവസ്ഥയാണ് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ മുരളീധരന് നിലനിൽക്കുന്നത്. ഈ അവസ്ഥയെ ഏതെങ്കിലും തരത്തിൽ മറികടന്ന് എനിക്ക് MLA ആവാനോ മന്ത്രി ആവാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാനോ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇത് കിട്ടരുത് എന്ന രീതിയിലുള്ളൊരു നയത്തിൻ്റെ ഭാഗവുമായി ഒരു പക്ഷേ ഇത് മാറാം. കാരണം ഇങ്ങനെ കെ മുരളീധരൻ പ്രസ്താവന നടത്തുന്നതിന് പിന്നിൽ എന്നെ അവഗണിച്ച് തള്ളാൻ പാടില്ല എന്നും എനിക്ക് വ്യക്തമായൊരു അംഗീകാരവും സ്ഥാനവും മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ വളരെ വിലപ്പെട്ട സ്ഥാനം എനിക്കും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് കുളം കലക്കും എന്നുള്ളൊരു സന്ദേശം കൂടിയാവാം ഒരു പക്ഷേ കെ മുരളീധരൻ ഇത് പറഞ്ഞിട്ടുള്ളത്. ഒരു നിഷ്കളങ്കമായ ചിന്തയിൽ സത്യസന്ധമായ ശുദ്ധനായ ഒരു മനുഷ്യനായ നിലയിൽ നമ്മൾ പറഞ്ഞു എന്ന രീതിയിലും നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക, VD സതീശനും രമേശ് ചെന്നിത്തലയും ശശി തരൂരും KC വേണുഗോപാലിനൊക്കെ ഇടിച്ചു കയറി ഫ്രണ്ടിലേക്ക് വരുന്നൊരു മത്സരത്തിൽ ഞാനും പിന്നിലല്ല, ഞാനും ഒപ്പമുണ്ട് എന്നൊരു സന്ദേശമാണ് കെ മുരളീധരൻ ഇവിടേക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം നമ്മൾക്ക് വ്യക്തമായിട്ട് പറയാം. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ ശക്തമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യുവനിരയെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിന് പാർട്ടി വോട്ടുകളും UDFന്റെ വോട്ടുകളൊക്കെ സമാഹരിക്കാനുള്ള കഴിവുണ്ട്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും UDFന്റെ വോട്ടുകളൊക്കെ സമാഹരിക്കാനുള്ള കഴിവുണ്ട്. KC വേണുഗോപാലിനും അതോടൊപ്പം UDFന്റെ വോട്ടുകളൊക്കെ സമാഹരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ശശി തരൂർ രംഗത്ത് വരികയാണെങ്കിൽ മാത്രമാണ് നിലവിലുള്ള UDF വോട്ടിനെ കവിഞ്ഞിട്ടുള്ള വോട്ടുകൾ, യുവജനങ്ങളുടെ വോട്ടുകൾ, ചെറുപ്പക്കാരുടെ വോട്ടുകൾ, തലമുറയുടെ വോട്ടുകൾ, അതോടൊപ്പം തന്നെ എതിർ പാർട്ടിയിലെ വോട്ടുകൾ, ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ബുദ്ധിജീവികളുടെ വോട്ട്, സമ്പന്നന്മാരുടെ വോട്ട്, ദരിദ്രരുടെ വോട്ട്, ഏത് ഭാഗങ്ങളെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന നേതാവ് ശശി തരൂറാണ്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ രംഗത്ത് വന്ന് കേരളത്തിലൊരു UDFന്റെ ഭരണം സാധ്യമാകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ പരസ്പരം തമ്മിൽ തല്ലി ഏതെങ്കിലും ഒരു ചാൻസ് UDFന് വരാനായിട്ട് ജനങ്ങൾ എങ്ങനെയെങ്കിലും UDFന് അധികാരത്തിലേറ്റാൻ തയ്യാറാവുന്ന ഒരു സമയത്ത് ഈ നേതാക്കൾ തമ്മിലടിച്ച് ഇത് മുഴുവൻ നഷ്ടപ്പെടുത്തുമോ എന്നുള്ളൊരു അവസ്ഥയാണ് നിലവിൽ
കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഈ യു ഡി എഫിൻ്റെ നേതാക്കളെക്കാൾ ബുദ്ധിമാന്മാരാണ് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ. കാരണം യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ഭൂരിഭാഗം സ്വതന്ത്ര ചിന്താഗതിക്കാരും സ്വന്തമായി നിലനിൽപ്പുള്ളവരും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരുമായ വോട്ടർമാരായതുകൊണ്ട് അവരൊരിക്കലും ഒരു അടിമ മനോഭാവത്തിൽ നിൽക്കുന്ന വോട്ടർമാരിലാണ്. അത്തരം വോട്ടർമാർ ഈ നേതാക്കന്മാർ തമ്മിലടിയും ഇവരുടെ അനൈക്യവും കാരണം പല ആളുകളും വോട്ട് ചെയ്യാൻ പോവാതെ ഇരിക്കും. യു ഡി എഫിന് വോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വീണ്ടും യു ഡി എഫിയുടെ പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥ വരാണ്. അപ്പോൾ ഒരു പക്ഷേ കെ മുരളീധരൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കാം. കാരണം എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ കീ പോസ്റ്റ് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെല്ലാം പ്രതിപക്ഷത്തിരിക്കും, കട്ടപ്പുറത്ത് തന്നെ വണ്ടി ഇരിക്കും എന്ന് ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയെന്നാണ് നമുക്ക് മനസ്സിലായത്. അതല്ലെങ്കിൽ വളരെ നിഷ്കളങ്കനായതുകൊണ്ട് ശുദ്ധനായതുകൊണ്ട് ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ.